നസ്ലിൻ നായകനായി അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിന്റെ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എടുക്കുമ്പോൾ ചിത്രം 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 18,55,00,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായി സാധിച്ചത്. ഇതിൽ തന്നെ കേരളത്തിൽ നിന്നും 9,40,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,12,00,000 രൂപയുമാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 12 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം കഴിഞ്ഞ 3 ദിവസവും കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള ഇടിവാണ് ചിത്രത്തിന്റെ കളക്ഷനിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ചിത്രം റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോൾ രണ്ടാം ആഴ്ചയിലെ രണ്ടാമത്തെ പ്രവൃത്തി ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 17 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇത് മുമ്പത്തെ ദിവസമായ തിങ്കളാഴ്ചത്തെ കളക്ഷനേക്കാൾ 10% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ അടുത്ത ഒരു പരാജയ ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് മോളിവുഡ് ടൈംസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിനകം തന്നെ തിയേറ്റർ ഷെയറിൽ നിന്നും മാന്യമായ ഒരു തുക ചിത്രത്തിന് ലഭിച്ചതുകൊണ്ടും നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് ആയ OTT, സാറ്റലൈറ്റ് പോലുള്ളവയിൽ നിന്നും സാമ്പത്തികമായി നിർമ്മാതാവിന് ലാഭം ലഭിച്ചതുകൊണ്ടും സാമ്പത്തികമായി ചിത്രത്തിന് മുതൽ മുടക്ക് തിരിച്ചുപിടിക്കാനായി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ചിത്രത്തിനൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത്. എന്നിരുന്നാലും ചിത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാണ്.